ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നൊരു ഓഫ് ദിവസമായിരുന്നു. എനിക്ക് അമ്പലത്തിൽ പോയാലോ എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എണീക്കാനായിട്ട് ലേറ്റ് ആയതുകൊണ്ട് അമ്പലത്തിന് എത്താനായിട്ട് 8 മണിയായി. പിന്നെ ഞാൻ അമ്പലത്തിലെല്ലാം കയറി, ഞാൻ തൊഴുതു. പിന്നെ അമ്പലത്തിന് പുറകുവശത്തായിട്ട് ഒരു കുളം വരുന്നുണ്ട്. ഞാൻ കുളത്തിലേക്കൊക്കെ പോയി. തിരിച്ചു വരുന്ന വഴിക്കാണ് ഇങ്ങനെ വീഡിയോ എടുത്താലോ എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഇതൊരു ശിവക്ഷേത്രമാണ്. ഇന്ന് തൊഴുമ്പോൾ എനിക്ക് നല്ലൊരു സമാധാനമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. എന്താണെന്നറിയില്ല, തിരക്കും കുറവായിരുന്നു. പിന്നെ ഇവിടെ വെച്ച് ഞാനൊരു കുഞ്ഞു കുട്ടീനെയും കണ്ടു. ആ കുട്ടിക്ക് എന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കളിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ തിരിഞ്ഞു. ഇവിടെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ആൽമരമൊക്കെ കാണാം കേട്ടോ. ഞാൻ കുറേ നാളായി ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്, അതുകൊണ്ട് ഞാനതിൽ പരിസരമെല്ലാം നല്ല രീതിയിൽ നോക്കുമായിരുന്നു ഇങ്ങനെ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ വണ്ടി എടുത്തു കേട്ടോ. ഞാൻ പോകുന്നത് വേറെ എവിടെയല്ല, ബാങ്കിലേക്കാണ്. ബാങ്കിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ബാങ്കിലെത്തി. പക്ഷെ നമ്മളെത്തിയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ബാങ്കിൽ സ്റ്റാഫ്സ് ഒന്നും എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ശേഷം ഞങ്ങൾ പോയിട്ട് അടുത്തുള്ള ചായക്കടയിൽ നിന്ന് ചായ എല്ലാം കുടിച്ചു, ഒരു കടിയെല്ലാം വാങ്ങി. അവിടെ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിട്ടത്. ബസ്സുകളും വണ്ടികളൊക്കെ പോകുന്ന കാണാം. നല്ല രസമാട്ടോ. ആ കടയിലിരുന്ന് പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ സമാധാനത്തോടെ ഒരു ഷോപ്പിലൊക്കെ ഇരുന്ന് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് ചായ കുടിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വണ്ടി എടുത്തിട്ട് പോവാണ്. അങ്ങനെ ഒരു ഈവനിങ് സമയമായപ്പോഴത്തേനും പുഴയിൽ പോയിട്ട് വണ്ടി കഴുകാമെന്ന് വിചാരിച്ചു. വണ്ടിയിലാണെങ്കിൽ നിറച്ചും പൊടിയാണ്. അപ്പം ഞാൻ വണ്ടിയെല്ലാം കഴുകിട്ടോ. ഇതൊരു വെക്കേഷൻ സമയം ആയതുകൊണ്ടും നല്ല ചൂടുള്ള സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈവനിങ് സമയത്ത് ഈയിടെയായിട്ട് കുറേ അധികം ആൾക്കാർ പുഴയിൽ കുളിക്കാനും കളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത്രയധികം ആളുകൾ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും ഞാൻ വരാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പറ്റാറില്ല. ഇതാണ് കേട്ടോ അകലെ നിന്നുള്ളൊരു വ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ചാലക്കുടിയിലാണ് കേട്ടോ സ്ഥലം. ഈ പുഴ കാണാൻ നല്ല ഭംഗിയല്ലേ ഗൈസ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു റെഡ് കളർ ബോർഡ്, അപകട മേഖല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. മേ ബി അവിടെ കുറേ അധികം ആഴമുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇവിടെ ആൾക്കാരും അധികം ഇറങ്ങുന്നില്ല. അപ്പുറത്തെ കടവിലൊക്കെ ആയിട്ടാണ് കൂടുതലും പേര് ഇറങ്ങുന്നത്. പിന്നെ ഇവിടെ പുല്ലെല്ലാം പിടിച്ചിട്ട് ഈ സൈഡിലെല്ലാം പണ്ട് കുറേ അധികം ആൾക്കാർ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുല്ലൊക്കെ പിടിച്ചു ആരും ഇറങ്ങാറില്ല എന്ന് തോന്നുന്നു. ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ഒരു ചേട്ടൻ അവിടുന്ന് പുല്ലെല്ലാം വെട്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ ആ ചേട്ടൻ പുല്ലെല്ലാം ചാക്കിലാക്കിയിട്ട് കയറി വരുന്നതായിട്ടായി കാണുന്നത്. പിന്നെ ഞാനും അവിടുന്ന് നീങ്ങി. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഒരു ഗ്രൗണ്ട്. കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. പുഴ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ശിവക്ഷേത്രമാണ് കേട്ടോ. ഇതാണ് ആ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ഒരു സൈഡിൽ ഇങ്ങനെ നമുക്കിങ്ങനെ പുഴയും കണ്ട് പ്രാർത്ഥിക്കാൻ നല്ലൊരു ഫീലാണ് കേട്ടോ. എനിക്കിവിടെ വരാൻ അതുകൊണ്ട് വളരെയധികം ഇഷ്ടമാണ്. ഇങ്ങനെയാണ് കേട്ടോ വ്യൂ വരുന്നത്.